ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SPC ക്വിസാണ്. SPC സെലക്ഷൻ ടെസ്റ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ SPC സെലക്ഷൻ എക്സാമിന് ഈ ഒരു ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി SPC ക്വിസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 മെയ് മാസത്തിൽ നടന്ന സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് സംസ്ഥാനതല വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ പേരെന്തായിരുന്നു? 2026 മെയ് മാസത്തിൽ നടന്ന സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് SPC സംസ്ഥാനതല വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അറിയാമോ? ഉത്തരം ഇതാണ്: ഐക്യ 2026. 2026 മെയ് മാസത്തിൽ SPC സംസ്ഥാനതല വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൻ്റെ പേരായിരുന്നു ഐക്യ 2026. പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അടുത്തത്: ഐക്യ 2026 സംസ്ഥാനതല ക്യാമ്പ് നടന്നത് എവിടെയാണ്? അപ്പോൾ ഐക്യ 2026 സംസ്ഥാനതല ക്യാമ്പ് നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്: VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ, വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഐക്യ 2026 എന്ന ക്യാമ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ് ഉത്തരം? തിരുവനന്തപുരം. ഓക്കെ. അടുത്ത ചോദ്യം: ഐക്യ 2026 സംസ്ഥാന ക്യാമ്പിൻ്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു? ഐക്യ 2026 സംസ്ഥാന ക്യാമ്പിൻ്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം നോക്കിക്കോളൂ: ജെൻഡർ ഇൻക്ലൂസിവിറ്റി. ജെൻഡർ ഇൻക്ലൂസിവിറ്റി എന്താണ്? ലിംഗസമത്വം അല്ലെങ്കിൽ ഉൾപ്പെടുത്തൽ. ജെൻഡർ ഇൻക്ലൂസിവിറ്റിയാണ് ഐക്യ 2026 സംസ്ഥാന ക്യാമ്പിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എല്ലാവരും നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നിലവിൽ കേരള സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ സംസ്ഥാന നോഡൽ ഓഫീസർ ആരാണ്? നിലവിൽ കേരള സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ സംസ്ഥാന നോഡൽ ഓഫീസർ, SPCയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ ആരാണെന്നാണ് ചോദ്യം. ഉത്തരം നോക്കിക്കോളൂ: S. അജീത ബീഗം IPS. ആരാണ്? S. അജീത ബീഗം IPS. SPCയുടെ നിലവിലെ സംസ്ഥാന നോഡൽ ഓഫീസർ ആരാണ്? S. അജീത ബീഗം IPS. മറക്കരുത്, S. അജീത ബീഗം IPS ആണ് നിലവിലെ സംസ്ഥാന നോഡൽ ഓഫീസർ. എന്നിട്ട് SPCയുടെ നിലവിലെ സംസ്ഥാന നോഡൽ ഓഫീസറാണ് S. അജീത ബീഗം IPS. അപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, ഒരിക്കലും മറക്കരുത് കേട്ടോ. അടുത്തത്: അടുത്തിടെ മികച്ച ക്വിസ് പ്രതിഭകളെ കണ്ടെത്താനായി സംസ്ഥാന പോലീസ് മീഡിയ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ SPC സംസ്ഥാനതല ക്വിസ് മത്സരത്തിൻ്റെ പേരെന്താണ്? ചോദ്യം നോക്കിക്കോളൂ: അടുത്തിടെ മികച്ച ക്വിസ് പ്രതിഭകളെ കണ്ടെത്താനായി സംസ്ഥാന പോലീസ് മീഡിയ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ SPC സംസ്ഥാനതല ക്വിസ് മത്സരത്തിൻ്റെ പേര്. ഉത്തരം ഇതാണ്: SPC വിസ് കിഡ് ചാമ്പ്യൻഷിപ്പ്. ഇതാണ് SPC വിസ് കിഡ് ചാമ്പ്യൻഷിപ്പ്. അടുത്തിടെ മികച്ച ക്വിസ് പ്രതിഭകളെ കണ്ടെത്താനായി സംസ്ഥാന പോലീസ് മീഡിയ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ SPC സംസ്ഥാനതല ക്വിസ് മത്സരത്തിൻ്റെ പേരാണ് SPC വിസ് കിഡ് ചാമ്പ്യൻഷിപ്പ്. അടുത്ത ചോദ്യം നോക്കാം. SPCയുടെ ഫൗണ്ടർ ആരാണ്? നല്ലൊരു ചോദ്യമാണ്. SPCയുടെ ഫൗണ്ടർ ആരാണ്? ഉത്തരം ഇതാണ്: P. വിജയൻ IPS. SPCയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ആരാണ്? P. വിജയൻ IPS. മറക്കരുത്, SPCയുടെ ഫൗണ്ടർ P. വിജയൻ IPS. അടുത്തത്: SPC പരേഡിൽ ക്വിക്ക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാൽപാദങ്ങൾ വെക്കേണ്ടത്? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. SPC പരേഡിൽ ക്വിക്ക് മാർച്ച് ചെയ്യുമ്പോൾ
എത്ര ഇഞ്ച് അകലത്തിലാണ് കാൽപാദങ്ങൾ വെക്കേണ്ടതെന്നാണ് ചോദ്യം. ഉത്തരം 24 ഇഞ്ച്. SPC പരേഡിൽ ക്വിക്ക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാൽപാദങ്ങൾ വെക്കേണ്ടത്? 24 ഇഞ്ച് അകലത്തിലാണ് കാൽപാദങ്ങൾ വെക്കേണ്ടത്. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ജില്ലാ കളക്ടറാണ്. SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി എന്ന് പറയുന്നത് ആരാണ്? ജില്ലാ കളക്ടർ. കേരള പോലീസ് ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള പോലീസ് ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം. കേരള പോലീസ് ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. അടുത്ത ചോദ്യം. കേരള പോലീസിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം എന്താണ്? കേരള പോലീസിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം എന്താണ്? ഉത്തരം ഇതാണ്. മൃദുഭാവേ ദൃഢകൃത്യേ. മൃദുഭാവേ ദൃഢകൃത്യേ. കേരള പോലീസിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം, മോട്ടോ എന്താണ്? മൃദുഭാവേ ദൃഢകൃത്യേ. അടുത്ത ചോദ്യം. ഒരു സ്കൂളിലെ SPC യൂണിറ്റിന് നേതൃത്വം നൽകുന്ന അധ്യാപകരെ വിളിക്കുന്ന പേരെന്ത്? ഒരു സ്കൂളിലെ SPC യൂണിറ്റിന് നേതൃത്വം നൽകുന്ന അധ്യാപകരെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം CPO, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ. ഒരു സ്കൂളിലെ SPC യൂണിറ്റിന് നേതൃത്വം നൽകുന്ന അധ്യാപകരെ വിളിക്കുന്ന പേരാണ് CPO, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ. മറക്കരുത്. ഒരു സ്കൂളിലെ SPC യൂണിറ്റിന് നേതൃത്വം നൽകുന്ന അധ്യാപകരെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ. അടുത്ത ചോദ്യം. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഔദ്യോഗിക മുദ്രാവാക്യം എന്താണ്? സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഔദ്യോഗിക മുദ്രാവാക്യം, മോട്ടോ എന്താണ്? ഉത്തരം വി ലവ് ലോ, വി റെസ്പെക്ട് ലോ. വി ലവ് ലോ, വി റെസ്പെക്ട് ലോ. ഞങ്ങൾ നിയമത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിയമത്തെ ബഹുമാനിക്കുന്നു. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ SPCയുടെ ഔദ്യോഗിക മുദ്രാവാക്യം, മോട്ടോ എന്താണ്? വി ലവ് ലോ, വി റെസ്പെക്ട് ലോ. ഞങ്ങൾ നിയമത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിയമത്തെ ബഹുമാനിക്കുന്നു. പഠിച്ചു വെച്ചോളാം കേട്ടോ. അടുത്ത ചോദ്യം. ഒരു സ്കൂളിലെ SPC യൂണിറ്റിൽ സാധാരണയായി ആകെ എത്ര കേഡറ്റുകളാണ് ഉണ്ടാവുക? ഒരു സ്കൂളിലെ SPC യൂണിറ്റിൽ സാധാരണയായി ആകെ എത്ര കേഡറ്റുകളാണ് ഉണ്ടാവുക? ഉത്തരം നോക്കിക്കോളൂ. 44 കേഡറ്റുകളാണ് സാധാരണയായി ഉണ്ടാവാറ്. എങ്ങനെ? 22 ആൺകുട്ടികളും 22 പെൺകുട്ടികളും അടങ്ങുന്ന 44 കേഡറ്റുകളാണ് ഒരു സ്കൂളിലെ SPC യൂണിറ്റിൽ ഉണ്ടാവുക. എത്രയാണ്? 44 കേഡറ്റുകൾ. ഓർത്തിരിക്കാൻ ഒരു വിഷമവുമില്ല. 44 കേഡറ്റുകൾ. അടുത്ത ചോദ്യം. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കേരള പോലീസ് ആരംഭിച്ച ഏത് ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായാണ് SPC കേഡറ്റുകൾ പ്രവർത്തിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കേരള പോലീസ് ആരംഭിച്ച ഏത് ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായാണ് SPC കേഡറ്റുകൾ പ്രവർത്തിക്കുന്നത്? ഉത്തരം ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായാണ് SPC കേഡറ്റുകൾ പ്രവർത്തിക്കുന്നത്. മറന്നുപോകരുത്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കേരള പോലീസ് ആരംഭിച്ച ഏത് ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായാണ് SPC കേഡറ്റുകൾ പ്രവർത്തിക്കുന്നത്? ഓപ്പറേഷൻ തൂഫാൻ എന്ന ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായാണ് SPC കേഡറ്റുകൾ പ്രവർത്തിക്കുന്നത്. അവസാന ചോദ്യം ഇതാണ്. നിയമപരമായ അറിവ് ജനങ്ങളിലെത്തിക്കാൻ ഏത് നിയമസഹായ അതോറിറ്റിയാണ് SPC കേഡറ്റുകളെ കമ്മ്യൂണിറ്റി അംബാസഡർമാരായി നിയമിച്ചത്? നിയമപരമായ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏത് നിയമസഹായ അതോറിറ്റിയാണ് SPC കേഡറ്റുകളെ കമ്മ്യൂണിറ്റി അംബാസഡർമാരായി നിയമിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം KELSA, കേരള ലീഗൽ സർവീസസ് അതോറിറ്റി.
കെൽസ എന്നാണ് ഫുൾ ഫോം. കേരള ലീഗൽ സർവീസസ് അതോറിറ്റി. നിയമപരമായ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏത് നിയമസഹായ അതോറിറ്റിയാണ് SPC കേഡറ്റുകളെ കമ്മ്യൂണിറ്റി അംബാസഡർമാരായി നിയമിച്ചത്? കെൽസ. കെൽസയുടെ ഫുൾ ഫോം കേരള ലീഗൽ സർവീസസ് അതോറിറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. SPCയുമായി ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നതായിരിക്കും, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ എല്ലാ ചോദ്യങ്ങളും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ചോദ്യം ഇതാണ്: SPCയുടെ ഫൗണ്ടർ ആരാണ്? SPCയുടെ ഫൗണ്ടർ ആരാണ്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അപ്പോൾ SPCയുടെ ഫൗണ്ടർ ആരാണെന്ന് ഓർമ്മയുള്ളവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കേണ്ട. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.